തൃശൂർ അത്തിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണം. എസ്റ്റേറ്റിലെ 17-ാം ബ്ലോക്കിലുള്ള ശിവക്ഷേത്രത്തിന് സമീപത്തെ ലയങ്ങൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ആനക്കൂട്ടം ശ്രീകോവിലിന്റെ കട്ടിളയും ഓഫീസ് വാതിലും തകർത്തിട്ടുണ്ട്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ പ്രദേശം വിട്ടിരുന്നു. ഇതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിൻ്റെ കട്ടിള വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തകർന്നത്, എല്ലാ ശ്രീകോവിലിൻ്റെ കോവിൽ തകർത്തു, എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫാക്ടറി ഫാക്ടറിന് തൊട്ടടുത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സ്, അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണം. എങ്കിലും ഇപ്പോഴും വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, എന്തായാലും കടുത്തൊരു തീരുമാനം ഇതിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഞങ്ങൾ പറയണത്, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാതിരി ഉണ്ടായിരുന്ന ഇതുവരെ റോഡ് സൈഡിൽ കിടന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം വരെ ഇവരെ ഈ ഫോറസ്റ്റുകാരും മറ്റുള്ള കാര്യങ്ങളിലായിട്ട് ഒരു ഉപകാരമില്ല എന്ന് വെച്ചാൽ അവർ പിന്നെ എന്തിനാ RRT മറ്റൊരു അങ്ങനെ ഓരോ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു രാത്രി ഒരു സംവിധാനം ഇവർ ഇവിടെ നോക്കണ്ടേ? ഇതുവരെ ലൈറ്റും കാര്യങ്ങളും ഫാക്ടറി തൊട്ടടുത്തുള്ള അമ്പലമാണത്. അതിനിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് 3-4 ക്വാർട്ടേഴ്സ് ഒക്കെ നശിപ്പിച്ച് കളയാന്ന് വെച്ചത് ബാക്കി എന്ത് സംരക്ഷണം അവിടെ കൊടുക്കണേ? ങ്ങളുമായി സാനു കെ സജീവ ചേരുകയാണ്. സാനു, വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിന് ഉയർത്താനുള്ളത്. വനം വകുപ്പ് യാതൊന്നും ചെയ്യുന്നില്ല. ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം. രാഖി, തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ പ്രദേശവാസി പറഞ്ഞത് തന്നെയാണ്. അവിടെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം. അതായത് കാലടി പ്ലാന്റേഷൻ, അതിരപ്പള്ളിയിലെ കാലടി പ്ലാന്റേഷൻ 17-ലാണ് ഇന്നലെ വൈകിട്ട് കാട്ടാനക്കൂട്ടത്തിന് അക്രമം ഉണ്ടായ സമീപത്തുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിന് നേരെയും ഒപ്പം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന 2 ക്വാർട്ടേഴ്സുകൾ, പ്ലാന്റേഷനിലുള്ള 2 ക്വാർട്ടേഴ്സുകളും ആന തകർത്തു. ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലെ കട്ടിളയടക്കം തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വാതിലുകളടക്കം തച്ചുടച്ചിട്ടുണ്ട്. ഒപ്പം ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഓഫീസും കാട്ടാനക്കൂട്ടം ആക്രമിച്ചു. ഒപ്പം തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന പല വസ്തുക്കളും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു നിലയിലാണുള്ളത്. അതേപോലെ തന്നെ പ്ലാന്റേഷനിലെ രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ 2 ക്വാർട്ടേഴ്സുകളും തകർത്തിട്ടുണ്ട്. അവരുടെ വീട്ടിലുള്ള സാധന സാമഗ്രികളെല്ലാം ആന തച്ചുടച്ചിട്ടുണ്ട്, തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രദേശത്തിന് സമീപമുള്ള, അതായത് ഇന്നലെ ആക്രമണം ഉണ്ടായ ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള മറ്റൊരു പള്ളിക്ക് നേരെയും ഇതിന് മുൻപും 1 മാസം മുൻപും സമാന നിലയിൽ തന്നെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൃത്യമായിട്ട് വനംവകുപ്പിൻ്റെ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെ വനംവകുപ്പിൻ്റെ ഒരു പരിശോധനയും അല്ലെങ്കിൽ അവിടെ ഉള്ള പെട്രോളിങ്ങും ഒക്കെ ഉണ്ടാകുന്നതിനപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ കാട്ടാനയുടെ അടക്കമുള്ള അക്രമങ്ങൾ പതിവായതോടുകൂടി ഈ സ്ഥലത്തുള്ള TRS ക്വാർട്ടേഴ്സിലുള്ള 60ഓളം ആളുകൾ അവിടുന്ന് സ്ഥലം വിറ്റ് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയൊരു ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത്. ക്ഷേത്രത്തിന് നേരെ പോലും അക്രമം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ആ പരിസര പ്രദേശങ്ങളിലെ വീടുകളടക്കം ആക്രമിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക് കാട്ടാനക്കൂട്ടം മാറുകയാണ്. രാഖി.